നമസ്കാരം, ഞാൻ മിഥുന, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണ്ണ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെൻറ്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഡിപ്രഷനെ കുറിച്ചിട്ടാണ്. ഡിപ്രഷൻ്റെ ടൈപ്സ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതിൻ്റെ മുന്നേ നമ്മൾ ഡിപ്രഷനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ എന്താണ് ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടാവാം, ഡിപ്രഷൻ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെ ഡയഗ്നോസിസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 8ൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരു രീതിയിലുള്ള മാനസികാരോഗ്യ വെല്ലുവിളി നേരിടുന്നുണ്ട്. അതിൽ മേജറായിട്ടും കാണുന്ന ഒരു ഡിസോർഡറാണ് ഡിപ്രഷൻ. ആൻസൈറ്റി കഴിഞ്ഞാൽ രണ്ടാമത് കാണുന്ന കോമൺ ആയിട്ടുള്ളൊരു ഡിസോർഡറാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. WHO ഡിപ്രഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ലോ മൂഡ്, ലോ എനർജി ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം എന്നുള്ള രീതിയിലാണ്. ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി പെർസിസ്റ്റൻറ്റ് സാഡ്നെസ്, നിരന്തരമായിട്ടുള്ള ഒരു ദുഃഖം അത്തരം വ്യക്തികളിൽ നമുക്ക് കാണാൻ പറ്റും. ഒറ്റപ്പെടൽ, ഏകാന്തത അല്ലെങ്കിൽ വിഷമം കുറേ കാലം നീണ്ടു നിൽക്കുമ്പോൾ, ഒരു 2 ആഴ്ച കൂടുതലൊക്കെ നീണ്ടു നിൽക്കുമ്പോഴാണ് നമ്മളതിനെ ഡിപ്രഷൻ ഒരു ഡിസോർഡറായിട്ട് പറയുന്നത്. ഡിപ്രഷനിൽ തന്നെ പല ലെവൽസ് ഉണ്ട്. ചിലവർക്ക് മൈൽഡ് ആയിരിക്കാം, ചിലർക്ക് മോഡറേറ്റ് ആയിരിക്കാം, ചിലർക്ക് മോഡറേറ്റ് ടു സിവിയർ ആയിരിക്കാം. അങ്ങനെയാണ് നമ്മളൊരു ക്ലിനിക്കൽ ഡിപ്രഷൻ ആണ് എന്നുള്ളത് ഡയഗ്നോസിസ് ചെയ്യുന്നത്. അതുപോലെയുള്ളൊരു മറ്റു ലക്ഷണമാണ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. ഒന്നിനോട് ഒരു താല്പര്യമില്ല, അല്ലെങ്കിൽ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യണ്ട, വേണ്ട എന്നുള്ള തോന്നലുകൾ ഈ ഡിപ്രഷൻ വ്യക്തികളിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫെറ്റീഗ്നെസ്, ടയർഡ്നെസ്, ഒരു ഓവർവെൽമിങ്, ഒന്നിനോടും ഒരു ചെയ്യണ്ട അല്ലെങ്കിൽ ഒരു ഊർജ്ജക്കുറവ്, രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, പ്രഭാത കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നിനോടും താല്പര്യവും വരുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനൊക്കെ നമുക്ക് ഡിപ്രഷൻ വ്യക്തികളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഹെൽപ്ലെസ്നെസ്, തനിക്ക് ആരുമില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കൊരു പ്രശ്നം പറയാൻ ആരുമില്ല, അങ്ങനെയുള്ള ഒരു ഹെൽപ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്, എന്നെ കൊള്ളില്ല, അല്ലെങ്കിൽ എനിക്കൊരു വാല്യൂ ഇല്ല, ഐ എം നോട്ട് ഇനഫ് എന്നുള്ളൊരു ഫീലിംഗ്. അതേപോലെ ഒരു ഹോപ്പ്ലെസ്നെസ്, എൻ്റെ ലൈഫ് എവിടെ എത്തും, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ വലിയൊരു ആൻസൈറ്റി മനസ്സിലേക്ക് വരിക. അങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ഡിപ്രസ്ഡ് ആയിട്ടുള്ള വ്യക്തികളിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സെക്ഷുവൽ ഡിസയർ കുറവായിരിക്കും. മുന്നേയുള്ള ലൈഫ് ആ ഒരു എപ്പിസോഡ് സംബന്ധിച്ച് നോക്കുമ്പോൾ ഡിപ്രഷൻ ഫേസിലുള്ളവർക്ക് സെക്ഷുവൽ ഡിസയർ കുറവായിരിക്കും, അപ്പറ്റൈറ്റ് കുറവായിരിക്കും, വെയിറ്റ് കുറയുക. ദാറ്റ് വിൽ റിസൾട്ട് ഇൻ എ നോട്ടീസബിൾ വെയിറ്റ് ചേഞ്ച്. കാണുമ്പോൾ തന്നെ അപ്പിയറൻസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു വെയിറ്റിലുണ്ടായിട്ടുള്ള ഡിഫറൻസ്. അതേപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും, ഉറക്കം കിട്ടാതെ വരിക, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരവസ്ഥ. ചിലവർക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടാവും, പക്ഷെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും അവർക്ക് വലിയ രീതിയിലുള്ള ക്ഷീണവും ഊർജ്ജക്കുറവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടാവും. അതേപോലെ ഡിപ്രഷനിൽ കാണുന്ന മറ്റൊരു ലക്ഷണമാണ് സോഷ്യൽ വിത്ഡ്രോവൽ എന്ന് പറയുന്നത്. പലതും നമ്മൾ അവോയ്ഡ് ചെയ്യും. ഒരു പാർട്ടി പോവണ്ട, ചെയ്യണ്ട, ഒരാൾ കോൾ ചെയ്താൽ എടുക്കണ്ട, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണ്ട, അങ്ങനെ പല രീതിയിലും എല്ലാത്തിനോടും നോ പറയുക, ഒറ്റയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസിലേക്ക് ഒതുങ്ങിക്കൂടാനുള്ള ഒരു ടെൻഡൻസി ഡിപ്രഷനുള്ള ആളുകളിൽ നമുക്ക് കാണാൻ പറ്റും. സബ്സ്റ്റൻസ് അബ്യൂസ്, ഒരുപാട് കാലം ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നേരെ തിരിച്ചുമാവാം, ഒരുപാട് കാലം സബ്സ്റ്റൻസ് അബ്യൂസ് ആ ഒരു ഫേസിലുള്ള ഒരു വ്യക്തി ഡിപ്രസ്ഡ് ആവാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയും, കോഗ്നിഷനിൽ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻസ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറയും. എല്ലാം ശരിയായിട്ട് കാണുക, അല്ലെങ്കിൽ എല്ലാം തെറ്റായിട്ട് കാണുക, ഒന്നല്ലെങ്കിൽ എല്ലാം ഹാപ്പി ആയിട്ട് അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം വിഷമത്തോടു കൂടി അപ്രോച്ച് ചെയ്യുക. ആ ഒരു ടെൻഡൻസി അവരിൽ ഉണ്ടാവാം. ഒരു ഇമോഷണൽ ആയിട്ടുള്ള റീസിങ്, വളരെ ലോജിക്കായിട്ടും പ്രാക്ടിക്കലായിട്ടും ഒന്നും ചിന്തിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല, എല്ലാം ഇമോഷണലി മാത്രം കാണുക. അതുപോലെ തന്നെ പേഴ്സണലൈസ് ചെയ്യും, എല്ലാം എൻ്റെ കുഴപ്പമാണ്, എൻ്റെ ഫോൾട്ടാണ്, ഞാനാണ് കുറ്റക്കാരി, ഞാനാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ എല്ലാം എൻ്റെ മാത്രം പ്രശ്നമായിട്ട് കാണുമ്പോൾ അവർക്ക് ഡിപ്രസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സിവിയർ ആയിട്ടുള്ള കേസസിൽ സൂയിസൈഡൽ തോട്ട്സ്, ചില പേഷ്യൻസ് സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഡിപ്രഷൻ്റെ ഭാഗമായിട്ട്. അത് സിവിയർ ആയിട്ടുള്ള ഡിപ്രഷനിലാണ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുക. സിവിയർ ഡിപ്രഷനിൽ സൈക്കോതെറാപ്പി മാത്രമല്ല, മെഡിസിനോട് കൂടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഡിപ്രഷൻ്റെ കോസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാവാം. മെയിനായിട്ടുള്ളൊരു റീസൺ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ തന്നെയാണ്. അതായത് ജീൻസ് ഹെറിഡിറ്ററി ആയിട്ട്, തലമുറകളായിട്ട് ഇപ്പോൾ പാരൻസിനോ മറ്റു കുടുംബാംഗങ്ങൾക്കോ മൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മക്കൾക്കും ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ എൻവിറോൺമെൻ്റ് ഒരു കാരണമാണ്. ലൈഫിൽ ഉണ്ടാകുന്ന പല സ്ട്രെസ്സുകൾ, ട്രോമകൾ, മുന്നേ ഉണ്ടായിട്ടുള്ള സെക്ഷലി, ഇമോഷണലി, ഫിസിക്കലി ആയിട്ടുള്ള
ട്രോമകൾ ഡിപ്രഷനിലേക്ക് വഴി നയിക്കാനുള്ള സാധ്യതയുണ്ട്. പാരൻറ്റിങ് സ്റ്റൈൽ, എങ്ങനെയാണ് ഒരു കുട്ടി വളർന്നു വന്നത്, ആ ഒരു സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് ഡിപ്രഷനിലേക്ക് നയിക്കാം. ലൈഫിൽ ഉണ്ടാകുന്ന പല സ്ട്രെസ്സുകൾ, ഗ്രീഫ്, എന്തെങ്കിലും രീതിയിലുള്ള നഷ്ടം, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുക, പാർട്ട്ണറിനെ നഷ്ടപ്പെടുക, ക്ലോസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഡിമൈസ് അല്ലെങ്കിൽ ജോബ് നഷ്ടപ്പെടുക, അങ്ങനെയുള്ള പല സിറ്റുവേഷൻസും ഇൻസിഡൻസും ഒക്കെ ഡിപ്രഷനിലേക്ക് നയിക്കും. പല മെഡിക്കൽ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ട്, ഏതെങ്കിലും ഒരു സർജറിയുടെയൊക്കെ ഒരു ഭാഗമായിട്ട് ഡിപ്രസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖം, ക്യാൻസർ പോലുള്ള ഏതെങ്കിലും മാരക അസുഖങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു വ്യക്തി ഡിപ്രസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ കുറേ കാലം നീണ്ടു നിൽക്കുന്ന പ്രൊലോങ്ഡ് ആയിട്ടുള്ള ക്രോണിക് ഇൽനെസ് എന്ന് പറയുമ്പോൾ ഫൈബ്രോമയാൾജിയ പോലുള്ള കണ്ടീഷൻസ് ഒരു വലിയ കാരണമാണ്. ഫൈബ്രോമയാൾജിയിലൊക്കെ നീണ്ട കാലം ഒരു പെയിൻ, ബോഡി പെയിൻ, ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓൾഡ് ഏജ്ഡ് വയസ്സായിട്ടുള്ള വ്യക്തികളിലൊക്കെ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സഫറിങ്സ് അവർ കുറേ കാലം അനുഭവിച്ചു വന്നിട്ടുണ്ടാവും. കൈകാല വേദനകളാവാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാവാം. സോ ഭൂരിഭാഗം സീനിയർ സിറ്റിസൺസ് എല്ലാവരും ഒരു ഡിപ്രസ്ഡ് ഫേസിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ബ്രെയിനിലുള്ള കെമിസ്ട്രി, സെറോട്ടോണിൻ, ഡോപ്പമൈൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിൽ വരുന്ന വ്യതിയാനം ഡിപ്രഷന് കാരണമാവുന്നുണ്ട്. അതുപോലെ ഹോർമോണൽ ചേഞ്ചസ്, ഒരു വ്യക്തി ഒരു പ്രോസസ്സിലൂടെ ഇപ്പോൾ അഡോളസൻസിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, പ്രഗ്നൻസി സമയത്ത്, മെനോപോസിൻ്റെ സമയത്തൊക്കെയുള്ള ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഇതിനൊരു കാരണമാവുന്നുണ്ട്. അതേപോലെ തൈറോയിഡ് ഹോർമോൺസിൽ വരുന്ന ഇംബാലൻസ്, വൈറ്റമിൻ ഡിയുടെ കുറവൊക്കെ ഡിപ്രഷനിലേക്ക് വഴി നയിക്കാനുള്ള സാധ്യതയുണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്രഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ടും മേജർ ഡിപ്രസീവ് ഡിസോർഡർ വരുന്നുണ്ട്. മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത എല്ലാത്തിൻ്റെയും ലക്ഷണങ്ങൾ സിവിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മേജർ ഡിപ്രസീവ് ഡിസോർഡറിൽ അത് വളരെ സിവിയർ ആയിരിക്കും. അതുപോലെ പെർസിസ്റ്റൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ ഉണ്ട്. പെർസിസ്റ്റൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഈ ലക്ഷണങ്ങൾ അത്രയും സിവിയർ ആയിരിക്കില്ല, വളരെ മൈൽഡ് ആയിട്ടുള്ള ലെവലിലായിരിക്കും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. പക്ഷെ അത് കുറേ കാലം നീണ്ടു നിൽക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് വർഷങ്ങളായിട്ട് ഡിപ്രഷൻ അനുഭവിക്കുന്ന വ്യക്തികൾ. അപ്പോൾ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ആ ഒരു ഡിപ്രഷനെയാണ് നമ്മൾ പെർസിസ്റ്റൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ബൈപ്പോളറിൻ്റെ ഭാഗമായിട്ട് ഡിപ്രഷൻ ഉണ്ടാവുക ഒരു വ്യക്തിക്ക്. അതായത് ബൈപ്പോളർ എന്ന് പറയുമ്പോൾ ഡിപ്രഷൻ്റെയും മാനിയയുടെയും സൈക്കിൾസ് മാറി മാറി വരികയാണ് ചെയ്യുന്നത്. അതായത് ചിലർക്ക് ഡിപ്രഷൻ ഫേസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്, ചില വ്യക്തികൾക്ക് മാനിക് ഫേസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. മാനിക് ഫേസ് എന്ന് പറയുമ്പോൾ ഡിപ്രഷന് നേരെ ഓപ്പോസിറ്റ്. അവിടെ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അവിടെ വളരെ എനർജറ്റിക് ആയിരിക്കും, അവിടെ ഗ്രാൻഡ്യൂസ് ഫീലിങ്സ് ഉണ്ടാവും, ഒരുപാട് സ്പെൻഡ് ചെയ്യുക, ഹാപ്പി ആയിരിക്കും. അപ്പോൾ ലൈക്ക് എല്ലാത്തും ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഗ്രാൻഡ്യൂസ് ഫീലിങ്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാനാണ് വലുത്, അല്ലെങ്കിൽ എനിക്ക് ഒരു ഓവർ കോൺഫിഡൻസ് സ്റ്റേജാണ് മാനിക് ഫേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിപ്രഷൻ. സോ ബൈപ്പോളറിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സിറ്റുവേഷണൽ ഡിപ്രഷൻ ഉണ്ട്. സിറ്റുവേഷണൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷനിൽ മാത്രം അനുഭവപ്പെടുന്നതാണ്. ഇപ്പോൾ ഒരു ജോബ് നഷ്ടപ്പെടുമ്പോൾ ഒരു വ്യക്തി ഡിപ്രസ്ഡ് ആകുന്നു. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു നല്ല ജോബ് കിട്ടുമ്പോൾ അതിൽ നിന്ന് റിക്കവർ ആവുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡിപ്രഷനെയാണ് നമ്മൾ സിറ്റുവേഷൻ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ ഉണ്ട്. സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ പെർട്ടിക്കുലർ സീസണിൽ മാത്രം കണ്ടുവരുന്ന ഡിപ്രഷനാണ്. ലാക്ക് ഓഫ് സൺലൈറ്റിൻ്റെ കാരണം കൊണ്ട് നമ്മൾ വിൻ്റർ ബ്ലൂസ് എന്നൊക്കെ പറയും. UK പോലുള്ള രാജ്യങ്ങളിലൊക്കെ വിൻ്റർ ബ്ലൂസ് കൂടുതലാണ്. വിൻ്റർ ആവുന്ന സമയത്ത് അവിടെ കൂടുതൽ ആൾക്കാരും ഡിപ്രസ്ഡ് ആവുന്ന ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് ദൂരെ പോകുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ അവിടെ ഡേ നൈറ്റ് വേരിയേഷൻ കൂടുതലുള്ളത് കൊണ്ട് ഈ സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ട്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ട് പ്രസവാനന്തര ഡിപ്രഷൻ, അവിടെ മക്കളെ ടേക്ക് കെയർ ചെയ്യാനൊന്നും ആർക്കും തോന്നില്ല. അത് സ്ത്രീകളിലും ചില കേസുകളിൽ പുരുഷന്മാരിലും നമുക്ക് കാണാൻ പറ്റും. ആ ഒരു താല്പര്യക്കുറവാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിൽ. അവിടെ ശരിക്കും മൂഡ് സ്വിങ്സ്, മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും അവർ അനുഭവിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പ്രീനാറ്റൽ ഡിപ്രഷൻ ഉണ്ട്, പ്രഗ്നൻസി സമയത്ത് അനുഭവിക്കുന്നത്. പ്രീ മെൻസ്ട്രുവൽ ഡിപ്രഷൻ ഉണ്ട്, മെൻസ്ട്രുവേഷൻ്റെ സമയത്തുണ്ടാകുന്ന ഹൈലി ആയിട്ടുള്ള മൂഡ് സ്വിങ്സും അതുപോലെ ഇറിറ്റബിലിറ്റിയൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ ഒരു സൈക്കോട്ടിക് ഡിപ്രഷൻ എന്ന് പറയാം. സൈക്കോട്ടിക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ സ്കിസോഫ്രീനിയുടെയൊക്കെ കൂടെ ഹാലൂസിനേഷനും ഡെലൂഷനും ഒക്കെ ഉണ്ടാകുന്ന ഡിപ്രഷനാണ്. ഡിപ്രഷൻ വളരെ സിവിയർ ആവുന്ന ഒരു കേസാണ്. അവിടെ കാണാത്തത് കാണുക, കേൾക്കാത്തത് കേൾക്കുക എന്നുള്ളതൊക്കെ ആ വ്യക്തിയിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ കാറ്ററ്റോണിക് ഡിപ്രഷനും സ്കിസോഫ്രീനിയയിലുള്ള പോലെ അവിടെ അവർ കുറച്ചുകൂടെ റിജിഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ, ഒരു സ്റ്റില്ലായിട്ട് നിൽക്കുക, കുറേ നേരത്തേക്ക് സ്റ്റില്ലായിട്ട് നിൽക്കുക. ആ ഒരു മൂവ്മെൻറ്റിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള റിസ്ട്രിക്ഷൻ ഉണ്ടാവും. സ്കിസോഫ്രീനിയയിലൊക്കെ നമുക്ക്
കാണാൻ പറ്റുന്നതാണ്. കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയയുടെ കൂടെയൊക്കെ ഇത് കാണാൻ പറ്റും. അറ്റിപ്പിക്കൽ ഡിപ്രഷൻ ഉണ്ട്. അറ്റിപ്പിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് സർക്കംസ്റ്റൻസസ് മാറുന്നതിനനുസരിച്ച് അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഇപ്പം നമ്മൾ ആദ്യമൊക്കെ ഒരു ഡിപ്രഷൻ ഫസ്റ്റ് തന്നെ നമ്മൾ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ മുതിരില്ല. നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കുറേ ട്രൈ ചെയ്ത് നോക്കും. ഒന്ന് പുറത്തിറങ്ങുക, ഒന്ന് ആൾക്കാരുമായിട്ട് സംസാരിക്കുക, പാർട്ടികൾക്ക് പോവുക, ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചേഞ്ചസിലൂടെ അവർക്ക് ബെറ്ററായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് അറ്റിപ്പിക്കൽ ഡിപ്രഷനിൽ പെട്ടെന്നായിരിക്കും ആ ഒരു പ്രോഗ്രസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ ഡബിൾ ഡിപ്രഷൻ ഉണ്ട്. ഡബിൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ 2 ഡിപ്രഷൻ്റെ സിംറ്റംസ് അതിലുണ്ടാവും. അതായത് നമ്മൾ മുന്നേ പറഞ്ഞ മേജർ ഡിപ്രസീവ് ഡിസോർഡർ, ഡിപ്രഷൻ വളരെ സിവിയർ ആയിട്ട് കാണുന്ന മേജർ ഡിപ്രസീവ് ഡിസോർഡറിൻ്റെയും പെർസിസ്റ്റൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ, അത് കുറേ കാലം സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ ഡബിൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ദർ ഈസ് സംതിങ് കോൾഡ് സ്മൈലിംഗ് ഡിപ്രഷൻ. സ്മൈലിംഗ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അവർ ഉള്ളിൽ വിഷാദം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് ഹാപ്പി ഫേസിലൂടെ പുറത്ത് ഫേക്ക് ചെയ്ത് കാണിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ അവർ താല്പര്യപ്പെടുന്നില്ല താനൊരു ഡിപ്രസ്ഡ് വ്യക്തിയാണ് എന്നുള്ളത് പറയാനോ മറ്റുള്ളവർ അറിയാനോ ഡിനൈ ചെയ്ത് കളയും. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവരൊരു ഹൈലി ഫങ്ഷനിങ് ഇൻഡിവിജ്വൽ ആയിരിക്കും. സോ തനിക്ക് അതൊരു കുറവായിട്ടാണ് കാണുന്നത്. എനിക്കൊരു ഡിപ്രഷൻ വരുന്നു എന്നുള്ളത് ബാക്കിയുള്ളവരുടെ മുന്നിൽ ഒരു കുറവായിട്ടായിരിക്കും അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരത് ഫേക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിനെയാണ് നമ്മൾ സ്മൈലിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് സംതിങ് കോൾഡ് ട്രീറ്റ്മെൻറ്റ് റെസിസ്റ്റൻറ്റ് ഡിപ്രഷൻ. അതായത് നമ്മൾ എത്ര ട്രീറ്റ് ചെയ്താലും ആ ഡിപ്രഷൻ മാറത്തില്ല. ഇപ്പോൾ മെഡിസിൻ കൊടുത്താലും സൈക്കോതെറാപ്പീസ് കൊടുത്താലും ഡിപ്രഷന് മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. സോ ദേ ഗോ ഫോർ എന്തെങ്കിലും ഹൈ ഇപ്പോൾ ഷോക്ക് തെറാപ്പി, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്ന് പറയും. അങ്ങനെയുള്ള ഏതെങ്കിലും തെറാപ്പീസ്, വേഗൽ നെർവ് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രൈനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ എന്ന് പറയും. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു തെറാപ്പി ചെയ്തിട്ടായിരിക്കും അവർക്ക് ചേഞ്ച് വരുന്നത്. അല്ലാതെ നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് കൊണ്ടോ സൈക്കോതെറാപ്പീസിലൂടെയോ ഒന്നും മാറുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു പ്രോഗ്രസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഡിപ്രഷൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻലി ത്രൂ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ, മുന്നേ ഇതുപോലുള്ള എപ്പിസോഡ്സ് ഉണ്ടായിട്ടുണ്ടോ, ഫാമിലി ഹിസ്റ്ററി ചെക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ MSc കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. MScയിലുള്ള കുറേ കാര്യങ്ങൾ, തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ്, സ്പീച്ച് എങ്ങനെയാണ്, മൂഡ് എങ്ങനെയാണ്, ഇൻസൈറ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് ഡിപ്രഷൻ ഡയഗ്നോസിസ് ചെയ്യുന്നത്. സെൽഫ് ഇൻവെൻട്രി, ലൈക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ബെക്ക് ഡിപ്രഷൻ ഇൻവെൻട്രി ഉണ്ട്. അത് സ്വയം ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഡയഗ്നോസിസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്സ് ആൻഡ് ടൂൾസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഡിപ്രഷൻ ഡയഗ്നോസിസ് ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻലി ത്രൂ സൈക്കോതെറാപ്പീസാണ് തെറാപ്പിയിൽ കൊടുക്കുന്നത്. CBT, DBT, REBT, റാഷണൽ ഇമോട്ടീവ് ബിഹേവിയറൽ തെറാപ്പി, അങ്ങനെയുള്ള കുറച്ച് തെറാപ്പീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യും. വിത്ത് റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ പോലുള്ള റിലാക്സേഷൻ, JPMR പോലുള്ള റിലാക്സേഷൻ ടെക്നിക്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റ് തെറാപ്പി പ്രൊവൈഡ് ചെയ്യും. കൂടുതൽ ലൈറ്റ്, വൈറ്റമിൻ D, അങ്ങനെയുള്ള അതെന്ത് കാരണം കൊണ്ടാണ് അവർക്ക് ഡിപ്രഷൻ ഉണ്ടായിട്ടുള്ളത്, ഹോർമോണൽ ചേഞ്ച് ആണോ, ന്യൂറോ കെമിസ്ട്രി ചേഞ്ച് ആണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ മുന്നേ പറഞ്ഞ പോലെ എന്തെങ്കിലും സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണോ എന്നുള്ളത് നോക്കിയിട്ട് എന്താണ് കോസ്, അതിനനുസരിച്ചുള്ള തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സിവിയർ ആയിട്ടുള്ള കേസസിൽ വിത്ത് മെഡിക്കേഷനോട് കൂടിയിട്ട് നമുക്ക് ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യാം. SSRIs, SNRIs, ഗ്രൂപ്പ് ഓഫ് SSRIs എന്ന് പറയുമ്പോൾ സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. അങ്ങനെയുള്ള ബ്രെയിൻ കെമിക്കൽസിലുള്ള ചേഞ്ചസ് അതിനെ ബാലൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ മെഡിസിനും കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസോർഡറാണ്. കംപ്ലീറ്റ്ലി ചിലവരിൽ മാറിയില്ലെങ്കിൽ കൂടെ നമുക്കൊരു കൺട്രോളിൽ കൊണ്ടുവന്ന് അവരെ നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഡിസോർഡറാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.